നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വീട്ടിലിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ പഴങ്ങളുടെ വില അധികമായി കൂടുകയാണ് വീണ്ടും. ഇപ്പോൾ അഞ്ചലിലേറെ കാർഷിക വിപണിയിൽ കപ്പക്കുലയുടെ വില കേട്ടാൽ നമ്മൾ ഞെട്ടും. 35 മുതൽ 50 രൂപയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ റീറ്റെയിലിൽ 1 കിലോ ഇപ്പോൾ 70-80 രൂപയാണ് മിക്ക സ്ഥലങ്ങളിൽ ഈടാക്കുന്നത്. അതേസമയം പൂവിൻ്റെ വിലയും ഒട്ടും മോശമല്ലാതാണ്. 30 മുതൽ 50 രൂപയാണ് മിക്ക കടകളിലും പച്ചയായിട്ട് എടുക്കുന്നത്. അതേസമയം പഴമായിട്ട് എടുക്കണമെങ്കിൽ 70-60 ആ റേഞ്ചിലൊക്കെ പോകുന്നു. അതേസമയം പാളയംകുടം വിലവും ചെറിയ പഴങ്ങളിൽ ഏറ്റവും സാധാരണക്കാരുൾപ്പെടെ വാങ്ങിക്കുന്നതാണ് പാളയംകുടം. അതിൻ്റെ വിലയും 16 മുതൽ 25 അഞ്ചലിലേറെ കാർഷിക വിപണിയിൽ നടന്നത്. റോബസ്റ്റ വില 24-35 രൂപ. അധികം കൊഴുപ്പില്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പഴം തന്നെയാണ് പച്ചച്ചിങ്ങൻ. അതിൻ്റെ വില 24 മുതൽ 35 രൂപയാണ് അഞ്ചലിലേറെ കാർഷിക വിപണിയിൽ. പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ 50 മുതൽ 45 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഞാലിപ്പൂവൻ 25 മുതൽ 45 രൂപയാണ്. മുമ്പ് 100-ൽ പുറത്തു പോയ ഞാലിപ്പൂവൻ ഇപ്പോൾ താഴ്ന്നിരിക്കുകയാണ്. വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് മുമ്പിൽ കാണുന്നത്. കാരണം കനത്ത ചൂടിൽ കനത്ത പ്രതിഭാസത്തിലൊക്കെ നമ്മുടെ നാട് നീങ്ങുമ്പോൾ മിക്ക കൊലകളും എല്ലാം ഒടിഞ്ഞു വീഴുകയാണ്. പിണ്ടി വെള്ളം പറ്റിയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. അതേസമയം അതുകൊണ്ട് വാഴകൾ ഒടിഞ്ഞു വീഴുകയാണ്. ചില കർഷകരാകട്ടെ ജലസേചന സൗകര്യമുള്ളിടത്ത്, കനാൽ സൗകര്യമൊക്കെ ഉള്ളിടത്ത് വാഴയ്ക്ക് വെള്ളമൊക്കെ കോരി വളരെ വേഴാമ്പൂരം പോലെ കാത്തിരിക്കുകയാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന ധാരാളം കർഷകർ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് താനും. ഈ 14/4/2026 അഞ്ചലിലേറെ കാർഷിക വിപണിയിൽ മറ്റു വിലകളും നമുക്കൊന്ന് നോക്കാം. അവിടെ വന്നത് പയർ കിലോ 55 മുതൽ 60, പാവൽ കിലോ 70 മുതൽ 80, പടവലം കിലോ 20 മുതൽ 30, കോവയ്ക്ക കിലോ 20 മുതൽ 25, കുമ്പളം കിലോ 80, മത്തൻ കിലോ 30, ചുരയ്ക്ക 20, വെള്ളരി കിലോ 25, കത്തിരി കിലോ 40, വെണ്ടയ്ക്ക 50, പപ്പായ കിലോ 30, മുളക് കിലോ 300, കാന്താരി 400 കിലോ, പാഷൻ ഫ്രൂട്ട് 70, കുക്കമ്പർ 40 മുതൽ 50, മരച്ചീനി കിലോ 25. ഈ മരച്ചീനി ഒരു പ്രത്യേകതയുണ്ട്. എവിടെ പന്നിയുണ്ടോ ആ പ്രദേശത്തൊന്നും മരച്ചീനി നട്ട് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ മിക്ക കർഷകരും നേരിടുന്ന പലതൊരു പ്രതിസന്ധി. വാഴക്കൂമ്പ് 8 പീസ് 8 രൂപ, ഇഞ്ചി കിലോ 120, മഞ്ഞൾ 35, നാളികേരം കിലോ 65, മാങ്ങ കിലോ 30, ചക്ക 20 മുതൽ 30, തടിയങ്കായ 15, ചീര ചുവപ്പ് 25, ചീര പച്ച 25, ചേന 50 മുതൽ 60, ചേന വിത്ത് 75 കിലോ, ചേമ്പ് കിലോ 50 മുതൽ 60 കിലോ, കാച്ചിൽ കിലോ 50 മുതൽ 60, കിഴങ്ങ് കിലോ 60, കോഴിമുട്ട 8, ഏത്തൻ കിലോ 60 മുതൽ 65, കപ്പ കിലോ 35 മുതൽ 50, പൂവൻ 30 മുതൽ 50, പാളയൻ 16 മുതൽ 25, റോബസ്റ്റ കിലോ 24 മുതൽ 35, ഞാലി കിലോ 25 മുതൽ 45 എന്നിവയാണ് അവിടെ വന്നത്. എന്തായാലും ഈ പ്രതിസന്ധിയുള്ള കാലാവസ്ഥയിലും ഇപ്പോൾ കർഷകർ ഇത്രയും വിളയിപ്പിച്ച കർഷകർക്ക് വേണം ബിഗ് സല്യൂട്ട്. അവർക്ക് വേണം ആധുനിക യന്ത്ര സൗകര്യങ്ങൾ സൗജന്യമായിട്ട്. മെയ് 4 റിസൾട്ട് അറിയുമ്പോൾ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിൽ കർഷകരെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കട്ടെ, ഒപ്പം കാർഷിക പ്രതിസന്ധി നേരിടുന്ന കർഷകരെ ആത്മാർത്ഥമായി സഹായിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ.